പത്തനംതിട്ട ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞതോടെ ആറന്മുളയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. റോഡുകളിൽ ഭൂരിഭാഗവും സഞ്ചാരയോഗ്യമായിട്ടുണ്ട്. പൂർണ്ണമായും വെള്ളമിറങ്ങാൻ 2 ദിവസം വേണ്ടിവരുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കുന്ന ജോലികൾ തുടരുകയാണ്. എന്നാൽ അപ്പർ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയും ചെയ്യുന്നു. 146 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 7168 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്ന് നടത്താനിരുന്ന ആറന്മുള വള്ളസദ്യ മാറ്റിവെച്ചിട്ടുണ്ട്. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നതിനാൽ കർശന ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുകയാണ്. ഇപ്പോൾ വി ജയശങ്കർ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ജയശങ്കർ, അപ്പോൾ എന്താണ് ഈ പത്തനംതിട്ട ജില്ലയിൽ ഈ റാന്നിയിലെയും അതുപോലെ തിരുവല്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ അവസ്ഥ എന്താണ്? ഒപ്പം ആലപ്പുഴ ജില്ലയിൽ കിഴക്കൻ മേഖലകളിൽ നിന്ന് വരുന്ന വെള്ളം അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നുണ്ടോ? പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ടുണ്ടോ? എങ്ങനെയാണ് ഈ 2 ജില്ലകളിലെയും നിലവിലൊരവസ്ഥ, ജയശങ്കർ? പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് മഴക്കെടുതി ദുരിതങ്ങൾ തുടരുകയാണ്. ആറന്മുളയിൽ ചെറിയ തോതിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിൽ ആ വെള്ളമൊക്കെ തന്നെ തിരുവല്ല മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പർ കുട്ടനാട് മേഖലയിൽ, പ്രത്യേകിച്ച് തിരുവല്ല മേഖലയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴ നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഒരു ചാറ്റൽ മഴയാണ് തിരുവല്ല മേഖലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ വെള്ളം ഇങ്ങോട്ടേക്ക് എത്തിയാൽ അതൊരു ഗുരുതര പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ ഈ തിരുവല്ലയുടെ കടപ്ര ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിലാണ്. ഒപ്പം തന്നെ ഈ തിരുമൂലപുരം ഭാഗത്ത് സംസ്ഥാന പാതയിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് നിലനിൽക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ തിരുവല്ല നഗരത്തിന് പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ വെള്ളത്തിൽ തുടരുന്ന അവസ്ഥയാണ്. നഗരത്തിൽ വലിയ പ്രശ്നമില്ല, നഗരം സേഫാണ്. പക്ഷേ നഗരത്തിന് പുറത്തുള്ള സ്ഥലത്ത് വലിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ട്. ഈ റാന്നിയിലും ഒപ്പം തന്നെ ആറന്മുളയിലും വെള്ളം ഇറങ്ങി. ആ വെള്ളമൊക്കെ തന്നെ ഇപ്പോൾ ഈ തിരുവല്ല മേഖലയിലാണുള്ളത്. തിരുവല്ലയിൽ നിന്ന് ഈ വെള്ളം ചെങ്ങന്നൂർ വഴി അങ്ങ് ഒഴുകിപ്പോകണം. അതിനൊരു സമയമെടുക്കും. 3-4 ദിവസം തിരുവല്ലയിലെ വെള്ളക്കെട്ട് തുടരുമെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അതിനിടയ്ക്ക് ശക്തമായ മഴ കൂടി എത്തിയാൽ അത് കൂടുതൽ കാര്യങ്ങൾ പ്രതിസന്ധിയിലാക്കും. ഒപ്പം തന്നെ ഈ തിരുവല്ല മേഖലയിൽ കഴിഞ്ഞ ദിവസം ഈ ക്യാമ്പുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് തിരുവല്ല മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ ആവശ്യമെങ്കിൽ തിരുവല്ല താലൂക്കിൽ തുറക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും ജാഗ്രത വലിയ തോതിൽ തിരുവല്ലയിൽ ആവശ്യമാണ്. കാരണം ഈ തിരുവല്ലയിൽ 2 നദികൾ, മണിമലയാറും പമ്പാ നദിയും, അങ്ങനെ 2 നദികൾ സംഗമിക്കുന്ന ഒരു ഇടം കൂടിയാണ് തിരുവല്ല. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത വേണം. വലിയ വെള്ളക്കെട്ട് ഇപ്പോഴും തിരുവല്ലയുടെ വിവിധ മേഖലകളിൽ തുടരുകയാണ്. ശരി, ജയശങ്കറാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത്.